എമ്പുരാന്റെ ഫസ്റ്റ് റിലീസിലെ ആദ്യത്തെ ഷോയ്ക്ക് ശേഷം മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ചിത്രം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ആദ്യ ഷോ കഴിയുമ്പോഴുള്ള പ്രേക്ഷക പ്രതികരണത്തിലേക്ക് നമ്മൾ പോകുന്നു. ആഷൻ ഡിയാഗോയും സിനോജ് തോമസും സജോ ദേവസിയും ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. തിരുവനന്തപുരത്താണ് ആദ്യ ഷോ അവസാനിച്ചിരിക്കുന്നത്. ആഷനിലേക്ക് ആദ്യം പോകുന്നു. ആഷൻ ഡിയാഗോ, എന്താണ് ആരാധകരുടെ പ്രതികരണം? ആഘോഷമാക്കുകയാണ് ആരാധകർ എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഞാനുള്ളത് തിരുവനന്തപുരത്തെ ന്യൂ തിയേറ്ററിലാണ്. തിയേറ്ററിന് മുന്നിൽ വലിയ രീതിയിലുള്ള ആഘോഷമാണ് ആരാധകരും സിനിമാ പ്രേമികളും നടത്തുന്നത്. എമ്പുരാൻ കാത്തിരുന്ന് ആ കാത്തിരിപ്പിന്റെ നിമിഷമായിരുന്നു ഇന്ന്. ആ സിനിമ അതീവ വിജയമായി മാറിയിരിക്കുന്നു. കാരണം ആരാധകർ അത് ഏറ്റെടുത്തിരിക്കുന്നു. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമ എന്നതിലപ്പുറം ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവ് എന്നുള്ളതാണ് ആരാധകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ട് പടം? അപ്പൊ നമുക്കൊന്ന് കോഴിക്കോട്ടെ പ്രതികരണം എടുക്കൂ. ഞാനൊന്ന് കോഴിക്കോട്ടേക്ക് ആദ്യ സിനിമ കണ്ടയാളാണ്. എങ്ങനെയുണ്ട് പ്രതികരണം തിയേറ്ററിൽ? അരുൺകുമാർ, ഞാനും സിനിമ കണ്ടിറങ്ങിയ ആളാണ്. എനിക്കൊപ്പം സിനിമ കണ്ടവരാണ് വരുന്നത്. എങ്ങനെയുണ്ട് പടം? ഡയറക്ഷൻ നിങ്ങൾക്ക് പ്രോമിസ് ആയിട്ട് പറയാം, ഇന്നലെ ഏറ്റവും ടോപ്പ് ഡയറക്ഷൻ ലിസ്റ്റിൽ പൃഥ്വിരാജ് ഉണ്ട്. പൃഥ്വിരാജ് സൂപ്പർ. ഇറങ്ങിയവരൊക്കെ കിടിലാണെന്ന് പറയുന്നുണ്ട്. ആളുകൾ കണ്ട് പതുക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ച് മുകളിലോട്ട് പോയി നോക്കാം. പുറത്ത് വലിയ ചണ്ടകൊട്ടും ബഹളമുണ്ട്. പടം സൂപ്പറാ. ഈ കറുത്ത ഷർട്ടിട്ട് വരുന്നവരൊക്കെ തന്നെ മോഹൻലാലിന്റെ ഫാൻസുകാരാണ്. പടം എങ്ങനെയുണ്ട്? ആണോ മോഹൻലാലിന്റെ ഫാനാണോ? ലൂസിഫർ ആണോ എമ്പുരാനാണോ മികച്ചത്? ലൂസിഫർ. സത്യം അരുൺകുമാർ, എനിക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ഏതായാലും അമ്മ അങ്ങനെ പറഞ്ഞു, അതൊരു സത്യമാണ്. എമ്പുരാനാണല്ലേ? സത്യം പറയാം, എനിക്കും ലൂസിഫറാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടെന്ന് പറയാം. പക്ഷെ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ് എന്ന് പറയാം. നിങ്ങൾ പടം കണ്ടോ? കണ്ടില്ല. ഓക്കെ, കണ്ടവരൊക്കെ പതുക്കെ ഇറങ്ങി വരുന്നുള്ളൂ. നമുക്ക് അവരോട് ചോദിക്കാം, പടം കണ്ടോ? പടം കണ്ടിട്ടില്ല, വന്നതാണ്. ഒരുപാട് എക്സൈറ്റ്മെന്റിലാണ്. ഞാൻ മലപ്പുറത്ത് നിന്ന് ഇവിടെ വേണ്ടി കാണാൻ വന്നത്. കണ്ടവരാരും പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. എന്ത് പറ്റിയകത്ത്? ഞാനും പടം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. ഏതായാലും പുറത്തേക്ക് നോക്കും, ബാൻഡ് മേളം ചെണ്ടമേളൊക്കെയാണ്. ആളുകൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഈ സിനിമ കണ്ട് ഇറങ്ങുന്നവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ സിനിമ കണ്ട ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. നമുക്ക് അവരുടെ റിയാക്ഷൻസൊക്കെ എടുക്കും. പുറത്ത് വലിയ ആഘോഷം നടക്കുന്നു. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ്. ഞാൻ അപ്സര തിയേറ്റർ പുറത്താണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ DJ പാർട്ടികളൊക്കെ തരുന്നുണ്ടായിരുന്നു. അതിൽ തുടർച്ചയായിട്ടാണ് ഈ ബാൻഡ് മേള ആഘോഷം നടക്കുന്നത്. 3 മണിക്കൂറുണ്ട് സിനിമ. 3 മണിക്കൂർ സിനിമ എന്ന് പറയുമ്പോൾ ആ സമയം പോകുന്നത് അറിയില്ല. വലിയ ഒരു ആവേശത്തോടെ സിനിമ കാണാം. ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. അഗസ്റ്റിൻ മാത്യു പറയുന്നു, എമ്പുരാൻ ഇപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ, അടിപൊളിയാണ്. മലയാള സിനിമയിൽ ഇതുവരെ ഇത്തരം പടം കണ്ടു കാണില്ല. പൃഥ്വി ഡയറക്ഷൻ അടിപൊളിയാണ്. മസ്റ്റ് ആൻഡ് വർത്ത് ഫോർ വാച്ചിങ് ദിസ് മൂവി എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അമ്മയുടെ പ്രതികരണം നമ്മൾ കണ്ടു. ലൂസിഫറാണ് കുറച്ചുകൂടി മികച്ചത്, പക്ഷേ എമ്പുരാൻ തകർത്തു, സെക്കൻഡ് ഹാഫ് ഗംഭീരമാക്കി എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടല്ലേ സിനോജ്? കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഇപ്പോൾ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ ആഹ്ലാദ പ്രകടനങ്ങളാണ് സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നും സിനോജ് തോമസും തിരുവനന്തപുരത്തു നിന്നും അഷൻ ഡിയാഗോയും. കൊച്ചിയിൽ സിനിമ ഇപ്പോൾ കഴിയുന്നതേ ഉള്ളൂ, പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമുക്ക് കവിതാ തിയേറ്ററിൽ നമ്മുടെ പ്രതിനിധി സജയുണ്ട്. ഇപ്പോൾ മോഹൻലാൽ അടക്കമുള്ളവർ കവിതാ തിയേറ്ററിലുണ്ട്.